രാവിലെ കേട്ടത് സ്വർണ്ണവില കുറഞ്ഞെന്ന്. ഉച്ചയായപ്പോൾ വില കൂടുകയും ചെയ്തു. ഇതാരാണ് ഇങ്ങനെ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? ഇവർക്ക് ഒരല്പം വില കുറച്ച് വിറ്റിരുന്നെങ്കിൽ സാധാരണക്കാർക്കും കുറച്ച് സ്വർണം വാങ്ങാൻ പറ്റുമായിരുന്നില്ലേ? ഇങ്ങനെ ഒരു സംശയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് തോന്നിയിട്ടില്ലേ? ശരിക്കും ആരാണ് ഈ സ്വർണ്ണവില തീരുമാനിക്കുന്നത്? സർക്കാരാണോ? റിസർവ് ബാങ്കാണോ? അതോ ഈ ജ്വല്ലറിക്കാർ സ്വന്തം ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണോ? അങ്ങ് അമേരിക്കയിലോ ഇറാനിലോ നടക്കുന്ന എന്തെങ്കിലും സംഭവത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് കേരളത്തിൽ വില മാറുന്നത്? ഇപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഒപ്പം നല്ല ലാഭത്തിൽ സ്വർണം വാങ്ങാൻ പറ്റിയ പ്രോ ട്രിക്കുകളും. സ്വാഗതം മനോരമ ഓൺലൈൻ ക്യാഷ് ഫ്ലോ ടോക്കിലേക്ക്. ശരി, എന്താണ് സ്വർണമെന്ന് പറഞ്ഞു തുടങ്ങാം. ചില വിദ്വാൻമാർ പറയുന്നത് പോലെ പണ്ടേതോ കാലത്ത് ഭൂമിയിൽ ഏലിയൻസ് ആണ് സ്വർണം കൊണ്ടുവന്നതെന്നാണ്. പക്ഷേ അതിനുള്ള തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ശാസ്ത്രം വെച്ച് സംസാരിക്കാം. സിമ്പിളായി പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ 79-ാം നമ്പർ മൂലകമാണ് സ്വർണം. തിളങ്ങുന്ന പ്രഭാതം എന്നർത്ഥം വരുന്ന ഓറം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് AU എന്ന സിമ്പിൾ ലഭിക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതുപോലെ ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, വലിച്ചു നീട്ടാവുന്നതും അടിച്ചു പരത്താവുന്നതുമായ മൂലകമാണിത്. അതുകൊണ്ടാണല്ലോ സ്വർണം ഉപയോഗിച്ച് ആഭരണങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്രയും വില? അത് പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഇക്കണോമിക്സ് തത്വം പറഞ്ഞു തരാം. ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് അതിൻ്റെ ലഭ്യതയും ഡിമാൻഡും അനുസരിച്ചിട്ടാണ്. ലഭ്യത കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിലയും കൂടും. സ്വർണത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നടക്കുന്നത്. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു മൂലകമാണല്ലോ സ്വർണം. മനുഷ്യരാശിക്ക് ഇതുവരെ കുഴിച്ചെടുക്കാനായത് 2,16,000 ടൺ സ്വർണമാണെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇനി കുഴിച്ചെടുക്കാൻ ബാക്കിയുള്ളത് വെറും 64,000 ടൺ മാത്രം. സ്വർണം കുഴിച്ചെടുക്കാൻ വലിയ ചിലവുമാണ്. മനുഷ്യൻ തലകുത്തി നിന്നിട്ടും സ്വർണം കൃത്രിമമായി ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനേക്കാൾ ഉപരി വിശ്വാസം എന്ന വാക്കാണ് സ്വർണത്തിൻ്റെ വില കൂട്ടുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി സ്വർണത്തിന് പ്രത്യേക മൂല്യം മനുഷ്യൻ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ റിസർവ് ബാങ്ക് അടക്കമുള്ള പല രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾ കരുതൽ ധനമായി സൂക്ഷിക്കുന്നതും സ്വർണം തന്നെ. യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, പണപ്പെരുപ്പം പോലുള്ള സാഹചര്യങ്ങളിൽ ആളുകൾക്ക് എല്ലാ നിക്ഷേപങ്ങളോടും വിശ്വാസം നഷ്ടപ്പെട്ടാലും സ്വർണത്തിൻ്റെ തട്ട് താണു തന്നെയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എളുപ്പത്തിൽ വിറ്റ് കാശാക്കാമെന്നതും മറ്റൊരിടത്തിൽ പറഞ്ഞാൽ ഹൈ ലിക്വിഡിറ്റിയും സ്വർണത്തിൻ്റെ വില കൂട്ടാനുള്ള കാരണമാണ്. ഇനി ആരാണ് സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നതെന്ന ചോദ്യത്തിലേക്ക് വരാം. അതിന് ഒറ്റ വാക്കിൽ ഉത്തരമില്ലെന്നതാണ് സത്യം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനിയോ വ്യക്തിയോ സർക്കാരോ അല്ല സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ട്രംപിനെ പോലുള്ളവർ വിചാരിച്ചാൽ സ്വർണ്ണവില കയറ്റാനും ഇറക്കാനും പറ്റുമെന്നത് മറ്റൊരു സത്യം. പിന്നെ എങ്ങനെയാണ് ഈ സ്വർണ്ണവില കണക്കാക്കുന്നത്? ഈ ക്രൂഡ് ഓയിൽ പോലെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റിയാണ് സ്വർണം. ഇതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിമാൻഡും ലഭ്യതയും അനുസരിച്ചിട്ടാണ്. വിൽക്കാൻ തയ്യാറാകുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങാനുണ്ടെങ്കിൽ സ്വർണ്ണവില വർദ്ധിക്കും. മറിച്ചാണെങ്കിൽ വില കുറയുകയും ചെയ്യും. പക്ഷേ സ്വർണം എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നൊക്കെ ആളുകൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. നോക്കൂ, ലോകം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ, ഒരു യുദ്ധം, ഒരു സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ US ഫെഡറൽ റിസർവിൻ്റെ ഒരു പലിശ തീരുമാനം, ഈ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് അവരുടെ പണം എവിടെയെങ്കിലും സുരക്ഷിതമായി നിക്ഷേപിക്കേണ്ടി വരും. ഇത്തരം സന്ദർഭങ്ങളിൽ സുരക്ഷിതമെന്ന് പേരുകേട്ട നിക്ഷേപമാണ് സ്വർണം. അതുകൊണ്ട് തന്നെ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടുകയും സ്വാഭാവികമായിട്ടും വില ഉയരുകയും ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ തിരിച്ചും സംഭവിച്ചേക്കും. പ്രതിവർഷം 800 ടൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ സ്വാഭാവികമായും ഇന്ത്യയിലും ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാവും. ഇനി കേരളത്തിൽ ആരാണ്, എങ്ങനെയാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനകളാണ് കേരളത്തിൽ ഓരോ ദിവസവും രാവിലെ സ്വർണത്തിന് വിലയിടുന്നത്. വിപണിയിലെ ചലനങ്ങൾ അനുസരിച്ച് അവർ ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം ഇപ്പോൾ വില മാറ്റാറുണ്ട്. സ്വർണത്തിൻ്റെ രാജ്യാന്തര വില, 15% ചുങ്കം ഉൾപ്പെടെ നൽകിയുള്ള ഇറക്കുമതി ചെലവ്, ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എന്നിവയാണ് സ്വർണ്ണവില നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതിയുള്ളത് പ്രധാനമായും ബാങ്കുകൾക്കാണ്. ഈ ബാങ്കുകൾ മൊത്ത വിതരണക്കാർക്കും റീറ്റെയിൽ വിതരണക്കാർക്കും സ്വർണം നൽകുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ്. ഇനി മറ്റൊരു ഘടകം കൂടിയുണ്ട്, ബോംബെയിലെ ബുള്ളിയൻ വിപണി വില. ഓരോ ദിവസവും രാവിലെ ഏതാണ്ട് 9:30ഓടെയാണ് കേരളത്തിൽ അന്നത്തെ സ്വർണ്ണവില പുറത്തുവിടുന്നത്. രാജ്യാന്തര വില, ഇറക്കുമതി ചെലവ്, രൂപയുടെ മൂല്യം, ബോംബെ ബുള്ളിയൻ വില, ബാങ്ക് റേറ്റ്, വ്യാപാരികളുടെ ലാഭമാർജിൻ എന്നിവ പരിശോധിച്ചാണ് ഓരോ ദിവസവും സ്വർണ്ണവില നിർണ്ണയം. ഈ പറഞ്ഞ നിരക്കുകളിലെല്ലാം കയറ്റിറക്കം ഉണ്ടാകുമ്പോൾ സ്വർണ്ണവിലയും മാറി മറിയും. എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യസമയത്ത് ഈ വില അറിയാനും എങ്ങനെയാണ് ഈ വില മാറിയതെന്ന് മനസ്സിലാക്കാനും സന്ദർശിക്കൂ മനോരമ ഓൺലൈൻ ബിസിനസ് പേജ്.
ഇനി എങ്ങനെ ലാഭകരമായി സ്വർണം വാങ്ങാമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. നേരത്തെ പ്ലാൻ ചെയ്യുക എന്നതാണ് ആദ്യ കാര്യം. ഉദാഹരണത്തിന് അടുത്ത വർഷം ഇതേ സമയത്ത് സ്വർണം ആവശ്യമായ ഒരു സന്ദർഭമുണ്ടെന്ന് വിചാരിക്കുക. അതിനായി ഇപ്പോൾ തന്നെ ബുക്കിംഗ് നടത്താവുന്ന സൗകര്യം മിക്ക ജ്വല്ലറികളും ഒരുക്കിയിട്ടുണ്ട്. സ്വർണ്ണവില കൂടിയാലും ബുക്ക് ചെയ്ത സമയത്തെ വിലയിൽ തന്നെ വാങ്ങാമെന്നതാണ് പ്രത്യേകത. ഇനി വില കുറഞ്ഞാൽ ആ വിലയിലും വാങ്ങാം. സിമ്പിൾ, കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി ചോദ്യം നിങ്ങളോടാണ്, സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള മികച്ച സമയമാണോ ഇത്? ഇനി സ്വർണത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം ഇപ്പോൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? ഒപ്പം സ്വർണത്തിൽ നിക്ഷേപിക്കാൻ കുറേ കാലമായി പ്ലാൻ ചെയ്യുന്ന ആ ഫ്രണ്ടിന് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻവെസ്റ്റ് ചെയ്യൂ, വെൽത്ത് വരട്ടെ. ദിസ് ഈസ് മനോരമ ഓൺലൈൻ കാഷ്വൽ ടോക്ക്. സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.